ഹായ് സറാസ് വേൾഡ് ചാനലിലെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഉണക്ക നത്തോലി ഉണ്ടെങ്കിൽ ക്യാപ്ഷനിൽ കണ്ട പോലെ തമ്മനയിൽ കണ്ട പോലെ ഉണക്ക നത്തോലി ഉണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് നല്ല പോലെ കഴുകി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അതിനു വേണ്ടി 1.5 തക്കാളിയും ഒരു സവാളയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ സാധാ നമ്മളെ വറവിനെടുക്കുന്ന പോലെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുക്കുക. നന്നായി മുറിച്ചിടുക, ചെറിയ രീതിയിൽ കുനുകുനാ അരിഞ്ഞിടുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആദ്യം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നത്തോലി നല്ലപോലെ പൊരിച്ചെടുക്കുക. നല്ല ഉണങ്ങിയ നത്തോലിയാണെങ്കിൽ നല്ലപോലെ ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഇത് ശരിക്കും ഉണങ്ങാത്തത് കൊണ്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടില്ല. നല്ല ഉണങ്ങിയതാണെങ്കിൽ അധികം നനക്കാതെ ഒന്ന് ജസ്റ്റ് കഴുകി വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കണം. തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില കുരുമുളക് ഇവയൊക്കെയാണ് ഇതിൻ്റെ ആവശ്യം. നിങ്ങളെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് കൂട്ടിയെടുക്കുക. ഇവിടെ കുറച്ച് മാത്രമേ ആക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ക്രിസ്പി ആയിട്ട് വന്നിട്ടില്ല, എന്നാലും നല്ലപോലെ ഒന്ന് ആ എണ്ണയിൽ തിരിച്ചിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കുക. പ്ലേറ്റിലേക്ക് മാറ്റിയിടുക. ആ എണ്ണയിൽ തന്നെ നമുക്ക് സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. കറിവേപ്പിലയും ഉള്ളിയും പച്ചമുളകും ഇട്ട് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആദ്യം ഉണക്ക നത്തോലി ഉണ്ടെങ്കിൽ നല്ലപോലെ ചോറുണ്ണാം. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വെറൈറ്റി ആയിട്ട് ഓരോന്ന് ആക്കി കഴിഞ്ഞാൽ തന്നെ ഈ മഴയത്ത് നമുക്ക് ചോറ് മടിക്കാതെ കഴിക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ല പോലെ വഴറ്റിയെടുക്കുക. ഉള്ളി അമിതമായിട്ട് കരിഞ്ഞു പോകാതെ ഒരു കടിക്കുന്ന രീതിയിൽ വഴണ്ടി കിട്ടിയാലും മതി. ഏകദേശം ഒന്ന് ഉള്ളി വാടിയാൽ മതി. അധികം ഡ്രൈ ആക്കാതെ ഇതേപോലെ വഴറ്റി കൊടുക്കുക. അതിന് ശേഷം തക്കാളി കുറച്ച് കൂടുതൽ എടുക്കണം. ഇത് വലിയ 1.5 തക്കാളിയാണ്. നിങ്ങൾ കുറച്ചധികം നെത്തോലി എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തക്കാളി എടുക്കുക. തക്കാളി ഇട്ടിട്ട് ഇളക്കാതെ ഒന്ന് മൂടി വെക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും അതേപോലെ തന്നെ അടച്ച് വെച്ച് വീണ്ടും തക്കാളി ഉടയുന്നത് വരെ മൂടി വേവിച്ചെടുക്കണം. നല്ല മഴയും കാറ്റും കാലാവസ്ഥയും ഒക്കെ വല്ലാത്തൊരു രീതിയിലാണ് പോകുന്നത്. എല്ലാവരും ദുആ ചെയ്യുക. ആർക്കും ഒരു അപകടമൊന്നും ഇല്ലാതെ എല്ലാ സ്ഥലങ്ങളും സുരക്ഷിതമായിരിക്കാൻ വേണ്ടി നമുക്ക് കൈകോർത്ത് നമ്മുടെ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തക്കാളിയൊക്കെ ഉടയാൻ വേണ്ടി ഒന്ന് വേവിച്ച് എടുക്കുക. തക്കാളി ഉടയുന്നത് വരെ കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കലാണ് അതിൻ്റെ പാകം. നന്നായിട്ട് തക്കാളി ഇതേപോലെ ഉടച്ചെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എല്ലാവരും വീഡിയോ കാണുന്ന ഓരോരുത്തരും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഉണക്ക നത്തോലി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മഴയത്ത് ഉണക്കമൊക്കെ അല്ലേ ഉള്ളൂ, മീനൊന്നും ഇല്ലല്ലോ. മീൻ വളരെ കുറവാണ്. കടലിലൊക്കെ ക്ഷോഭമാണ്. അതുകൊണ്ട് കടലിൽ നിന്നും ആരും പോകുന്നില്ല.
നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച നത്തോലി ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി മൂടി വെക്കുക. കുറച്ച് ഇതേപോലെ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി മൂടി തുറന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നത്തോലിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഉണക്ക ടേസ്റ്റ് ഒന്നുമല്ല, പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ചോറ് ഇത് മാത്രം കൂട്ടിയിട്ട് ചോറുണ്ണാലും നല്ല രസമാണ്, ചോറുണ്ണാൻ പറ്റും. ഇത്തിരി പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തത്. നന്നായി ഒന്നും കൂടിയും നമുക്ക് അടച്ച് വെച്ച് തന്നെ വേവിച്ച് കൊടുക്കുക. ഇതേ പെരിഞ്ജീരകം ഇട്ടൊന്നും കൂടി അടച്ച് വെച്ച് തന്നെ വേവിച്ച് കൊടുക്കണം കേട്ടോ. ഉപ്പ് പോരാഞ്ഞിട്ട് ഇത്തിരിയും കൂടി ഉപ്പിട്ട് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തു. ലാസ്റ്റ് കുരുമുളകൊന്ന് ഇട്ട് കൊടുക്കുക. കുരുമുളകിൻ്റെ ഫ്ലേവർ മുന്നിൽ നിൽക്കണം. എന്നിട്ടൊന്നും കൂടി അടച്ച് വെച്ച് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. വേറെ കറിയൊന്നും ആവശ്യമില്ല. ഈ കറി കൂട്ടി തന്നെ നമുക്ക് ചോറ് നല്ലപോലെ കഴിക്കാൻ പറ്റും. നല്ല ചൂടുവെള്ളവും ചോറും ഉണക്ക നത്തോലി ഫ്രൈയും. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ ഉണക്ക നത്തോലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് ബട്ടൺ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഹൈപ്പ് ചെയ്യണം. ലൈക്ക് ചെയ്യുന്ന അതേ ഭാഗത്താണ് ഹൈപ്പ് ബട്ടനും വരുന്നത്. പുതിയ പുതിയ വീഡിയോസിനൊക്കെ വരുന്നുണ്ട്. എന്നാൽ